പ്രിയദർശൻ മലയാള സിനിമയിൽ മാസ്റ്റർ ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണെന്ന് പറയാം നമുക്ക്. ചിത്രം, കിലുക്കം, ബോയിങ് ബോയിങ്, തേന്മാവിൻ കൊമ്പത്ത്, വന്ദനം, വെട്ടം, മിന്നാരം, മിഥുനം, മേഘം പറഞ്ഞാൽ തീരില്ല, കണ്ടാലൊട്ടും മതിയാവുകയില്ല. ഒന്ന് പറഞ്ഞാൽ അടുത്തത് പറയാതിരിക്കാനും പറ്റില്ല. മലയാള സിനിമയിൽ പ്രിയദർശൻ തനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കി വെച്ചൊരു സ്പേസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പല സിനിമകൾ ഇന്നും മലയാളികളുടെ ഇഷ്ട ലിസ്റ്റിൽ ഫസ്റ്റാണ്. മോഹൻലാൽ എന്ന നടനിലെ വിസ്മയത്തെ ലോകത്തിന് കാട്ടിക്കൊടുത്തതിലും പ്രിയദർശൻ എന്ന സംവിധായകനുള്ള പങ്ക് ചെറുതൊന്നുമല്ല. പ്രിയദർശൻ സിനിമകളിലെ കോമഡികൾക്ക് വരെ ഒരു പ്രത്യേക താളമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും മീമുകളായും നിറഞ്ഞു നിൽക്കുന്ന പലതിലും ഒരു പ്രിയദർശൻ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. കോമഡി എന്ന് മാറി നോക്കിയാൽ തമാശകൾക്കപ്പുറം വൈകാരികമായൊരു തലവും തൻ്റെ സിനിമകളിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയദർശൻ ആദ്യം സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് 1984 ഇറങ്ങിയ പൂച്ചയ്ക്കൊരു മൂക്കുത്തി. മലയാള സിനിമ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ലാപ്സ്റ്റിക് കോമഡി ശൈലിയായിരുന്നു അത്. ചെറിയ ബജറ്റിൽ ചെയ്ത ആ സിനിമ സൂപ്പർ ഹിറ്റായതോടെ പ്രിയദർശൻ ലാലേട്ടൻ കൂട്ടുകെട്ട് മലയാളത്തിൻ്റെ ഭാഗ്യമായി മാറി. പിന്നീട് ബോയിങ് ബോയിങ്, അരം പ്ലസ് അരം കിന്നരം തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം മലയാളികളെ ചിരിപ്പിച്ചു. കാലം എത്ര കഴിഞ്ഞാലും പ്രിയദർശൻ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇന്നും നമ്മൾ ചുമ്മാ റിലീഫിനായി കാണുന്ന സിനിമകൾ പലതും പ്രിയദർശൻ്റേതാകുന്നത് അതുകൊണ്ടാണ്. കോമഡി ഫിലിംസ് മാത്രം പോയ ടൈമിലാണ് ചിത്രം, ആര്യൻ, കിലുക്കം തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം തൻ്റെ വേറൊരു സൈഡ് കാണിച്ചു തരുന്നത്. ഒരു വശത്ത് പൊട്ടിച്ചിരിപ്പിക്കുമ്പോഴും മറുവശത്ത് കാണുന്നവരുടെ കണ്ണ് നിറയ്ക്കുന്ന മുഹൂർത്തങ്ങൾ അദ്ദേഹം സിനിമയിൽ കൊണ്ടുവന്നു. കാലാപ്പാനി എന്ന ചിത്രം മലയാള സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റിയെ വേറെ ഒരു നിലവാരത്തിലേക്ക് ഉയർത്തി. ദേശീയ അവാർഡുകളടക്കം അദ്ദേഹത്തെ തേടിയെത്തി. അവസാനമായിട്ട് മരക്കാർ എന്ന ചിത്രത്തിലൂടെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡും അദ്ദേഹം സ്വന്തമാക്കി. ലാലേട്ടനിൽ നിന്നും തുടങ്ങിയ ആ ഒരു മലയാള സിനിമാ ജീവിതം ഇന്നിതാ 100ാമത്തെ ചിത്രത്തിൽ എത്തി നിൽക്കാൻ പോവുകയാണ്. അതും ലാലേട്ടനോടൊപ്പം തന്നെ. കണ്ട് പരിചിതമായ എന്നാൽ ഒട്ടും മടുപ്പിക്കാത്ത ഒന്ന് തന്നെയായിരിക്കും ഈ ഐക്കോണിക് കൂട്ടുകെട്ട് വീണ്ടും തരികയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.